ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ മസാല പുട്ടാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. മസാല പുട്ട് തയ്യാറാക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? പുട്ടുപൊടി കുഴച്ച് വെക്കണം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഫൈനായ പുട്ടുപൊടിയല്ല, കുറച്ചൊന്ന് തരിതരിയായിട്ടുള്ള പുട്ടുപൊടിയാണ്. ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഓരോ പുട്ടുപൊടിക്കനുസരിച്ചും വെള്ളത്തിന് ഒരു കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ഒക്കെ ചെയ്യും. അത് ഓരോ പുട്ടുപൊടിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശായിട്ടൊന്ന് നനച്ചിട്ട് പുട്ടുപൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. കട്ടൊന്നും കെട്ടാണ്ട് നല്ല രൂപത്തിൽ വേണം കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ പുട്ടുപൊടിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കട്ട പോലെ കിട്ടും. പൊടിക്കുന്ന സമയത്തോ നല്ല പൊടി പൊടിയായി കിട്ടും. ആ ഒരു രീതിയിലാണ് നമ്മൾ പുട്ടുപൊടിക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ പുട്ടുപൊടിക്ക് ഞാൻ 1 കപ്പ് പുട്ടുപൊടിക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം? ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പുട്ടുപൊടിയെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് മസാലപ്പുട്ടിന് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം വെളിച്ചെണ്ണ ആവരുത്, 1 ടീസ്പൂൺ മാത്രമേ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. ഈ ഒരു ഉള്ളി ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുത്താൽ മതി. അധികം നിങ്ങൾ ഓയിൽ ഒഴിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ലെവലിൽ വേണം നിങ്ങൾ 1 ടീസ്പൂൺ മാത്രം അളവിലെ ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. നമ്മുടെ ഉള്ളി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ആണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ കറിവേപ്പില. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇടുന്നുണ്ട്. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ തേങ്ങൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. തേങ്ങൻ്റെ ആ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്ര വാടിയ മാത്രം മതി ഈ ഒരു പരുവത്തിൽ. ഇനി നമുക്കിതിലേക്ക് 1 മീഡിയം സൈസ് വലിപ്പമുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് വാട്ടൊന്നും ചെയ്യണ്ട, ഇങ്ങനെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പുട്ടുപൊടിയിൽ ഇത് ചേർക്കുന്ന സമയത്ത് ഇത് പൂർണ്ണമായിട്ട് തണിഞ്ഞിരിക്കണം. ചൂടോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പുട്ടുപൊടിയിലേക്ക് ഇത് ആഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ടുപൊടിയിലേക്ക് നമുക്ക് ഈ മസാല എന്ത് ചെയ്യണം? ആഡ് ആക്കണം. നല്ലതുപോലെ മസാല ചൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഈ പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കുന്ന പുട്ടുംകുറ്റി എടുത്തിട്ടുണ്ട്. പുട്ടുംകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. പുട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം.
തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുട്ടിട്ട് കൊടുക്കാം. ഓക്കെ, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ പുട്ടിൽ ഒരു 3 ലെയറായിട്ടുള്ള പുട്ടാണ് തയ്യാറാക്കുന്നത്. വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതേ, നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മറ്റേ പുട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം അതുപോലൊന്നും ഉണ്ടാവില്ല. പുട്ട് നല്ല സോഫ്റ്റും ആയിരിക്കും, ഒരു സ്പെഷ്യൽ ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ പുട്ടിൻ്റെ കുക്കർ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പുട്ടും കുറ്റി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ കുക്കർ പുട്ടും കുറ്റിയാണ് എൻ്റെത്. അപ്പം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളിതുണ്ടല്ലോ അതേതാ. അങ്ങനെ പുട്ടിന് നല്ലതുപോലെ ആവിയൊക്കെ വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായ മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയൊന്നും വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.